തൊട്ട് സിനിമയ്ക്കകത്ത് ദിലീപ് ഓടി കിടക്കുന്ന കണക്ക് എന്തോ ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത പൊട്ടനൊക്കെയാണ്. അതിലും ഭേദം ആറാട്ടനെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ കണ്ടന്റ് ഭയങ്കര ഓവറാണ്, ഭയങ്കര ഒരു അഹങ്കാരമാണ് പുള്ളി. അത് കാണുമ്പോൾ അറിയാം. ബോസ് കാണാറുണ്ട്. ബിഗ് ബോസ് കാണാറുണ്ട്. ആരാണ് ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? ആരാണ്? എനിക്ക് 2 പേരുണ്ട്. അതിൽ ഫസ്റ്റ് സിജോ, പിന്നെ ഒന്നാമത് സാരിയെ കൊടുത്ത് നിൽക്കുന്ന ആണിനെ പോലെ ഇരിക്കുന്ന ജാനുമണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇതാണ്. പിന്നെ എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്ത രതീഷാണ്. രതീഷിനെയാണ് ഇഷ്ടമില്ലാത്ത, എന്താ കാരണം? എന്താ ഈ ചാന്ത് തൊട്ട് സിനിമയ്ക്കകത്ത് ദിലീപ് ഓടി കിടക്കുന്ന കണക്ക് എന്തോ ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത പൊട്ടനൊക്കെയാണ്. അതിലും ഭേദം ആറാട്ടനെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആളവിടെ. കണ്ടന്റ് ആ ഒരു സ്പേസിൽ കണ്ടന്റ് ആൾ ചുമ്മാ എന്തോ കാണിക്കുന്നത്. ഇതിന് പോലെ ഞാൻ തന്നെ കാണിച്ചാൽ പോലെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീരേഖ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ അവിടെ കൊണ്ട് ഞാൻ ഇരുത്തിയത് നിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കും കൂടെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് അടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം പുള്ളി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ല. പുള്ളി കയറി വന്നിട്ട് ഭയങ്കര ഓവറാണ് അന്നത്തെ കാര്യം കാണിക്കുന്നത്. എനിക്കിഷ്ടമല്ല പുള്ളിനെ, ചുമ്മാ എന്തോ കാണിക്കുന്നത്. എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതിൽ ഒത്തിരി പേര് കാണിക്കുന്നുണ്ടല്ലോ, ഒരേ ആൾക്കാർ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ആളുകളിൽ നിന്ന് ഇപ്പം പേര് എല്ലാവർക്കും ആരുടെ ചോദിച്ചാലും പേര് രതീഷിൻ്റെയാണ്. ഐ മീൻ അറിയാവുന്ന ആരാണ് ഒരു എത്ര ആൾക്കാരുടെ. ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുന്നു വെച്ചോ, ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആണെങ്കിൽ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും. അത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി കാണിക്കുന്നത്, അപ്പോൾ അതിനുള്ള ഒരു വെറൈറ്റി ഒരു നാടകമാണ് പുള്ളി കാണിക്കുന്നത്. പുള്ളി ആൾക്കാരെ എങ്ങനെ ഇതാക്കാം. ഇപ്പോൾ പറഞ്ഞില്ല രതീഷ് എന്നെല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇഷ്ടത്തരം കാണിക്കുന്ന ആളാണ് രതീഷിനോട് പെട്ടെന്ന് അറിയാൻ പറ്റും. ബാക്കിയുള്ള പേരുകൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ രതീഷ് അവിടെ എന്താ ശരി ഭയങ്കര ഓവറാണ്, ഭയങ്കര ഒരു അഹങ്കാരമാണ് പുള്ളി. അത് കാണുമ്പോൾ അറിയാൻ പറ്റും. രതീഷ് ഒരു അഹങ്കാരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ബിഗ് ബോക്സിൽ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ബിഗ് ബോസ് ഓരോ രീതി കാണുമ്പോഴത്തേക്ക് ആരാരെന്ന് കൂടുതൽ ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 പേര് സിജോ, ജാൻമണി. ഒന്ന് പുള്ളിക്കാരി വരുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത്. പിന്നെ പുള്ളിക്കാരി വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ആ ഒരു ലാംഗ്വേജ് ഒരു വെറൈറ്റി ആണല്ലോ. നല്ലൊരു ഇതാണ്. നമുക്കിപ്പോഴും പോസിറ്റീവ് ഇംഗ്ലീഷും മലയാളം കൂടെ ആകുമ്പോഴത്തേക്ക് പ്രേക്ഷകരെ എന്തായാലും കൂടുതൽ പിടിച്ചിരുത്തുന്നുണ്ട്. ചിരിപ്പിച്ച എന്തോ ഒരു മഹർഷിയെ കണക്ക് വരുന്നുണ്ടല്ലോ മുടിയൊക്കെ വെച്ചിട്ട്. ഉള്ളി വരുമ്പോൾ എനിക്ക് ചിരി വരും. ഋഷിയെ കണ്ടിട്ട് ചിലപ്പോൾ ചിരി വരും. ഋഷി ചിരിപ്പിക്കും. പിന്നെ അതിനകത്ത് ചിരിപ്പിക്കാനുള്ള ആരാണ്, മറ്റേ അത്ഭുതത്തൊരു പൊക്കമുള്ള ഒരുത്തനുണ്ടല്ലോ, ഒരു നരഭോജിയെ കണക്കിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഡൂപ്പുണ്ട്, അതും കൊള്ളാം. പവർ റൂമൊക്കെ കൊള്ളാം, നല്ല അടിപൊളിയാണ്. സെറ്റിംഗ് അതിനകത്ത് ഒരു സെറ്റിങ്സ് ഒക്കെ അവർ ചെയ്ത് വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. പോയാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പോകണമെന്ന് കണ്ടപ്പോൾ ഒരു ആഗ്രഹം. പോയിക്കൊള്ളാം, കിട്ടിയാൽ തീർച്ചയായിട്ടും പോകും. അപ്പോൾ ഇതൊന്നുമല്ല, ഇതിനെക്കാട്ടെ നല്ല ശ്രദ്ധിക്കുന്ന നമ്മളെ ആദ്യമേ ഒരു സ്റ്റോറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. ഇത് അവിടെ പോയി മിണ്ടാക്കിരുന്നിട്ട് കാര്യം. ഇപ്പോൾ രതീഷിൻ്റെ കാര്യം തന്നെ കണ്ടില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കലായിട്ട് ചെയ്യണം, പ്ലാൻ പണണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ആരെ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വാചകം പഠിച്ചാണ് ഓരോ കാര്യങ്ങളും നീങ്ങുന്നത്. അടിച്ചു കൊടുക്കണം. ബിഗ് ബോസ് കാണാം.